ഹലോ, വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാനാണ്, എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട, കൺവേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എൻ്റെ സി സെക്ഷൻ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 3 months ആകാറായി. വരുന്ന 24th കറക്റ്റ് 3 months എനിക്കാകും. അപ്പോൾ സി സെക്ഷൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് സി സെക്ഷനെ കുറിച്ച് എനിക്ക് പല വീഡിയോസിലായിട്ടും എനിക്ക് പല കമൻസും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും സി സെക്ഷൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യങ്ങളും എല്ലാത്തിൻ്റെ ആൻസേഴ്സും ഇതിലുണ്ടായിരിക്കും. റെസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും, ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് പറയാനാണ്, കാര്യത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. ബേബീൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരു 3 months വരെ എങ്ങനെയായിരുന്നു ബേബിയുടെ ആ ഒരു ഷെഡ്യൂളിങ് കാര്യങ്ങൾ, ഫീഡിങ് എങ്ങനെയായിരുന്നു, സ്ലീപ്പ്, എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചു, അതൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സി സെക്ഷൻ എക്സ്പീരിയൻസ് ആണ്. അതിൽ പെയിൻ ഉണ്ടാവാം, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, റെസ്റ്റ്, എൻ്റെ ഫുഡ്, ഡയറ്റ് എല്ലാം അതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനു ശേഷം വീഡിയോ മുന്നോട്ട് കാണാം. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സി സെക്ഷൻ എക്സ്പീരിയൻസിലേക്ക് കടക്കാം. എൻ്റെ ഡെലിവറി സ്റ്റോറി വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും. എൻ്റെ ഒരു എമർജൻസി സി സെക്ഷൻ ആയിരുന്നു. ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊരു സി സെക്ഷൻ ആയിരുന്നു. എല്ലാവരും സി സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ സി സെക്ഷനോ സിസേറിയനോ അങ്ങനെ ഒരു രീതിയിലാണ് സൊസൈറ്റി മൊത്തത്തിൽ. സൊസൈറ്റിനെ കുറിച്ച് ഞാൻ ലാസ്റ്റാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ കുറച്ച് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഒറ്റ വീഡിയോ ആണെങ്കിലും ഒരു സെക്ഷൻ ഫോർ എന്തായിരുന്നു പെയിൻ, പിന്നെ ഞാൻ ചെയ്ത ആക്ടിവിറ്റീസ്, റെസ്റ്റ്, ഡയറ്റ്, പിന്നെ സൊസൈറ്റി. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരാണ്. സിസേറിയൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഒരു കുറ്റകൃത്യം പോലെയാണ് എല്ലാവരും കാണുന്നത്. അത് ജോലി ചെയ്യാത്തതുകൊണ്ടാണ് സിസേറിയൻ ചെയ്യേണ്ടി വരുന്നതെന്നാണ് ഫസ്റ്റ് പറയുന്നത്. എന്നെ അറിയാവുന്നുള്ളവർക്കും എനിക്ക് സ്വന്തമായിട്ടൊരു മനസാക്ഷി ഉണ്ടല്ലോ, എനിക്കും ഒക്കെ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. അതും ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ജോലി ചെയ്യണം, എന്തായാലും സെർവിക്സിൻ്റെ മസിൽസ് ലൂസ് ആവുള്ളൂ, പിന്നെ വയർ ഇറങ്ങത്തുള്ളൂ. അത് എൻ്റെ ലാസ്റ്റ് മന്ത്സിൽ എന്നെ കണ്ടവർക്കൊക്കെ വയർ നന്നായിട്ട് ഇറങ്ങിയിട്ടുള്ളവർക്ക് നേരിട്ട് കണ്ടവർക്ക് ഉറപ്പായിട്ട് അറിയാം. എനിക്ക് എൻ്റെ വളകാപ്പ് കഴിഞ്ഞ് ഞാനിവിടെ നാട്ടിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ വയർ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ബോഡി അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് എന്ത് പറയാനാണ്, ഇറ്റ്സ് അപ്പോൺ ഗോഡാണ്. ഗോഡിലൊക്കെയാണ് ബാക്കിയെല്ലാം ഇരിക്കുന്നത്. ദൈവം തീരുമാനിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സിസേറിയൻ ചെയ്യുന്നത് നമുക്ക് പണിയെടുക്കാത്തത് കൊണ്ടാണ്, ശരീരം അനങ്ങാത്തത് കൊണ്ട് പറ്റാത്തതാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും അങ്ങ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെക്കുന്നത്, എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഒരു എമർജൻസി സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് സി സെക്ഷൻ ചെയ്യേണ്ടി വന്നത്. അതുപോലെ തന്നെയാണ് മിക്കവർക്കും, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, മിക്കവർക്കും അത് തന്നെ ആയിരിക്കും. പല ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം, കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. എന്തായിരുന്നാലും നമുക്ക് രണ്ടുപേരുടെ ലൈഫാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സി സെക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു ആമുഖം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തായിരുന്നു എൻ്റെ പെയിൻ? ഫസ്റ്റ് ഞാൻ പറയുന്നത് പെയിൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ കഴിഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാൻ എന്താ പറയുക, ഒരു മിക്സഡ് ഇമോഷൻസിലായിരുന്നു ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയത്. അപ്പം സി സെക്ഷൻ ചെയ്ത ആ സമയത്ത് ഒരു പെയിൻ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത്. അതിനുശേഷം പെയിൻ ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഞാൻ അതിന് മുന്നേ നോർമലിൻ്റെ ആ ഒരു ഏകദേശം 6 centimeter എനിക്ക് സെർവിക്സ് ഡയലേറ്റ് ആയ ഒരു ടൈമായിരുന്നു. അത്രയും പെയിൻ അനുഭവിച്ചിട്ടാണ് പെട്ടെന്ന് ഒരു അരമണിക്കൂർ പോലും ഗ്യാപ്പ് കിട്ടാത്ത രീതിയിൽ എനിക്ക് സി സെക്ഷൻ എന്ന് പറയുന്നത്. അതിന് മുന്നേ ഞാൻ എപ്പിഡ്യൂറൽ എടുത്തപ്പോൾ അതിനൊരു 1/2 hour 45 minutes അടുപ്പിച്ച് ഞാനൊന്ന് ഓക്കെ ആയിരുന്നു. അതിനുശേഷമാണ് മോന് ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കുറഞ്ഞതും ട്രിപ്സ് എടുത്ത് മാറ്റിയപ്പോൾ ഹാർട്ട് ബീറ്റ് നേരെ കയറി വന്നു. അപ്പോൾ ട്രിപ്സ് ഇട്ട് ഇനി എന്താ പറയുക, സെർവിക്സ് ഓപ്പൺ ആയി നോർമൽ പോസിബിൾ അല്ല. ബിക്കോസ് ട്രിപ്സ് ഇടുമ്പോൾ ആളുടെ ഹാർട്ട് ബീറ്റ് കുറയുന്നുണ്ട്. നേരത്തെ വെള്ളമൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട്, രാവിലെ പൊട്ടിയതാണ്, വൈകിട്ട് വരെ അവൻ അത്രയും സമയം പിടിച്ചിരുന്നതേ ഭാഗ്യം. അപ്പം അങ്ങനെ ഒരു എമർജൻസി സി സെക്ഷനിലേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്കൊരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു ആ സമയത്ത്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വിറയൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ അനസ്തേഷ്യ, ആ മരുന്നിൻ്റെ എഫക്റ്റിൽ നമുക്ക് ഭയങ്കര ഷിവറിങ് ആയിരിക്കും. എനിക്ക് എക്സ്ട്രാ ഷിവറിങ്, എൻ്റെ പല്ല് വരെ കൂട്ടിയിടിക്കുന്ന രീതിയിൽ ഷിവറിങ് കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രമേ ആ മരവിപ്പിൻ്റെ എഫക്റ്റ് നമുക്ക് നിൽക്കത്തുള്ളൂ. അതിനുശേഷം പതിയെ നീറ്റിൽ തുടങ്ങും. കാരണം പച്ച സ്കിന്നിൽ തയ്ച്ച് വെച്ചേക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല നീറ്റലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് എന്നെ ഒരു 2 hours കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പതിയെ വെള്ളം കുറച്ച് ചെറിയൊരു ഗ്ലാസ്സിൽ തന്നു, ചുണ്ടിൽ നനച്ചെന്ന് പതിയെ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറഞ്ഞു. അതിനുശേഷം 4 hours ശേഷം എന്നെ ക്ലീൻ ചെയ്തു. ടോട്ടലി എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുൾ എല്ലാം ക്ലീനൊക്കെ ചെയ്ത് മേലൊക്കെ നന്നായിട്ട് തുടച്ച് എന്താ പറയാനാണ് സാനിറ്ററി നാപ്കിൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഫുൾ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ ഫസ്റ്റ് വാക്കാണ്. അവർ ആ ഒരു നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് എന്നെ ആ ഒരു ബെഡ് ഉയർത്തിയ സമയത്ത് നമ്മൾ കുറച്ച് എഴുന്നേക്കുമല്ലോ, ആ സമയത്ത് വന്നൊരു വേദന. അപ്പോഴാണ് എൻ്റെ ആ മുറിവിൻ്റെ ഭാഗം അനങ്ങിയത്. അപ്പം എനിക്ക് മനസ്സിലായി, ദൈവമേ ഇത് കുറച്ച് പണിയാണെന്ന് അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഫ്രഷാക്കി കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് വാക്ക്. അതിനുശേഷം ആ യൂറിൻ ട്യൂബൊക്കെ എടുത്തു കളഞ്ഞു. പിന്നെ യൂറിൻ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വാക്ക് ടു ദ ടോയ്ലറ്റ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വാക്ക്. അവർ പിടിച്ചാൽ നടത്തി. കാരണം നമുക്ക് മരവിപ്പ് അപ്പോഴും ഉണ്ട്, ആ നംനെസ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പം നമുക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് കാല് തറയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പലർക്കും പല രീതിയാണല്ലോ, ചിലർ കുഴഞ്ഞു വീഴാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡോറൊന്നും ക്ലോസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ലോക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഫസ്റ്റ് നമുക്ക് നമുക്ക് ആ ഒരു വാക്ക് അത് കുറച്ച് എന്താ പറയാനാണ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. എന്നാലും ഞാൻ കുറച്ച് വേദന സഹിക്കുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് വലിയ ഇതായിട്ട് എനിക്ക് മാക്സിമം ഒന്ന് കടിച്ച് പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തോളൂ. എന്നാലും അതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ റൂമിലേക്ക് വന്നു. അതിനുശേഷം കുഞ്ഞിനെ ഇരുന്ന് ഫീഡ് ചെയ്യുന്നത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇവന് കുറച്ച് വെയിറ്റ് നല്ല രീതിയിൽ കുറവായിരുന്നു, ഒരു 3.39 ഉണ്ടായിരുന്നുള്ളൂ ബർത്ത് വെയിറ്റ്. അപ്പോൾ ഇനിയും ജനിച്ചതിന് ശേഷം കുറയുമല്ലോ, അപ്പോൾ അതവന് തീരെ കുറയരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ പിടിച്ച് വെച്ചാണ് നമ്മൾ ഫീഡ് ചെയ്യിക്കുന്നത്, സിസറിയൻ കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഇടിക്കത്തില്ല എന്നൊന്നും അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തനിയെ പിടിച്ച് എഴുന്നേറ്റ് പില്ലുമൊക്കെ എടുത്ത് ചാരി വെച്ച് ഇരുന്ന് ഞാൻ തന്നെയാണ് അവന് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ചെയറിലിരുന്ന് തന്നെയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടുത്ത ദിവസം ഞാൻ എഴുന്നേറ്റിരുന്നപ്പോൾ എന്നെ കാണാമെന്ന ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു, അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് പിടിച്ച് എഴുന്നേറ്റ് ഇരുന്ന് ഞാൻ ഡോക്ടർ വന്ന സമയത്ത് ഞാൻ ബേബിക്ക് ഡ്രസ്സൊക്കെ മാറ്റി അവന് ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഡയപ്പറൊക്കെ മാറ്റി എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് നല്ലൊരു റെസ്പോൺസാണ് അവർ പറഞ്ഞത്, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെ ഇരിക്കണം, അങ്ങനെയാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മസിൽസൊക്കെ ഭയങ്കര ടൈറ്റനായി നമുക്ക് പിന്നെ ശരീരവേദന കാര്യങ്ങളിലേക്ക് പോവും എന്നാണ് പറഞ്ഞത്. നമുക്ക് തീരെ വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെറിയ രീതിയിലൊന്ന് എഴുന്നേറ്റ് നടക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആ ഒരു വലിച്ചങ്ങ് നമുക്ക് തയ്ച്ചു വെച്ചേക്കുന്ന ആ ഒരു പിടുത്തം നമുക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേദനയുടെ വേറൊരു പാട്ടെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ നല്ല പിടുത്തവും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊന്നും ഇല്ലയെന്ന് പറയുന്നില്ല. അതിനുശേഷം പിന്നെയും വയറിൻ്റെ മരവിപ്പ് മാറാൻ കുറച്ച് സമയം എടുക്കും. അത് പിന്നെ ആയിരുന്നാലും വയറിനകത്ത് വേദന ഞാൻ പേടിച്ച് എനിക്ക് അധികം റെസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെ ഇവൻ്റെ കാര്യത്തിൽ ഭയങ്കര കരച്ചിലും രാത്രി ഉറക്കമൊന്നും ഇല്ലാതെ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്റ്റൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ എടുത്തിട്ടുമില്ല. ഇവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കി വരുന്നത്. പിന്നെ എനിക്ക് 14 days വരെ ഇവനെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല, വെയിറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നതുകൊണ്ട്. എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വന്നപ്പോഴാണ് മോനെ കുളിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം ഒരു 16 days അവർ തന്നെയായിരുന്നു ബേബി ബാത്തും കാര്യങ്ങൾ. അപ്പം പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഓക്കെ ആയി. ഒരു 1 month ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവനെ കുളിപ്പിക്കുന്നതൊക്കെ ഞാനാണ്. അപ്പോൾ എഴുന്നേറ്റ് അങ്ങനത്തെ റെസ്റ്റ് കാര്യങ്ങൾ, പിന്നെ ഇവൻ്റെ ക്ലോത്ത്സ് വാഷ് ചെയ്യുക, ഇവനെ എടുക്കുക, ഇവൻ്റെ സകല കാര്യങ്ങളും ഞാനാണ് നോക്കണം. ഇവൻ അങ്ങനെ ആരെ കയ്യിൽ നിൽക്കണ ഒരു മോനല്ല. ഭയങ്കര കരച്ചിലും വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. രാത്രി ഈ കോളിക് ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര കരച്ചിലും ഒരു റീസൺ ഇല്ലാത്ത കരച്ചിലും നമുക്ക് ആ സമയത്ത് ഉറങ്ങാനും പറ്റില്ല. ആകെപ്പാടെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് റെസ്റ്റ് കിട്ടാണ്ട് വരുന്ന സമയത്തും പിന്നെ എല്ലാം ഒരു ബാക്ക് ടു നോർമൽ ആകുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് നല്ല രീതിയിൽ അടിവയറൊക്കെ നല്ല വേദന എടുക്കും. തൊടുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ ഒക്കെ നമുക്ക് നമ്മുടെ കൈ തന്നെ കൊള്ളുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു പെയിനിൻ്റെ ഏകദേശം കാര്യം. അത് വർഷങ്ങളെടുക്കും മാറാൻ എന്നാണ് എൻ്റെ അമ്മയൊക്കെ പറയണത് കേട്ടോ. അമ്മയ്ക്ക് നമ്മുടെ യൂട്രസ് റിമൂവലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഏകദേശം 3 years ഒക്കെ ആയി. അപ്പോൾ അമ്മ പറയണം ഇപ്പോഴും അമ്മയ്ക്ക് എവിടെയെങ്കിലും തട്ടണ സമയത്ത് വേദന എടുക്കും പറഞ്ഞു. അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. ഞാൻ ആദ്യമൊക്കെ പേടിച്ചായിരുന്നു, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വരെ പോയി. പക്ഷേ ആക്ച്വലി അത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ന്യൂട്രസ് ഒക്കെ തൊട്ട് നോക്കിയപ്പോൾ എല്ലാം ബാക്ക് ടു നോർമൽ സൈസിലൊക്കെ വന്നിട്ടുണ്ട്. മുറിവൊക്കെ നല്ല രീതിയിൽ പക്കായിട്ട് ഹീലായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു സർജറി ആണല്ലോ കഴിഞ്ഞിരിക്കുന്നത്. അത് അത്രയും വലിയൊരു പ്രോസസ്സ്, അത്രയും വലിയൊരു കുഞ്ഞ് അതിൻ്റെ അകത്തിരുന്നു, സർജിക്കലി റിമൂവ് ചെയ്തു, അതിനെ എടുത്തു. അപ്പം അതൊക്കെ നമുക്ക് എന്തു പറയാനാണ്, അത് ബാക്ക് ടു നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടാവും. പിന്നെ ഞാൻ ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
എനിക്ക് ഇവനെ എടുത്ത് നടക്കുക, എടുത്തിങ്ങനെ നടക്കുക, അതൊക്കെ ഞാൻ ആദ്യമേ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. ഞാൻ അങ്ങനെ രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ ബോഡിക്ക് പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ലിഫ്റ്റിങ് ഞാൻ ഇപ്പോഴും വെയിറ്റ് എടുക്കത്തില്ല. ഒരു നോർമൽ എമൗണ്ട് ഓഫ് വെയിറ്റ്, ഒരു പാത്രം വെള്ളം എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്തു. വെയിറ്റ് ലിഫ്റ്റിങ് ഞാൻ ചെയ്യില്ല, കാരണം അത് നമുക്ക് യൂട്രസിന് പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ ബാക്കിയുള്ള കുഴിഞ്ഞു നൂന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം തൊട്ടേ ചെയ്യുമായിരുന്നു. ബിഫോർ മന്ത്സ് തന്നെ എനിക്ക് ചെയ്യേണ്ടി വന്നു. ഞാനും അമ്മയും മാത്രമാണ്. അപ്പം ഇവനെ നോക്കുന്നിടയിൽ ഇവൻ എൻ്റെ കയ്യിലേ നിൽക്കത്തുള്ളൂ ചില എല്ലാ സാഹചര്യങ്ങളും. ഇപ്പോഴും അങ്ങനെയാണ്. അവന് അമ്മ വേണമെന്നുണ്ടെങ്കിൽ അവൻ അമ്മ തന്നെ വേണം, അവൻ അമ്മയുടെ കയ്യിലൊന്നും അവൻ നിൽക്കില്ല. അപ്പം അങ്ങനത്തെ കുഞ്ഞിലെ അവൻ ആ വെയിറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് അവനെ ഒരുപാട് കരയിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവനെ ഇരുന്ന് കുഞ്ഞ് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് വയറൊക്കെ മടങ്ങുമ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ആക്ടിവിറ്റീസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തത് കൊണ്ടും ഞാൻ തന്നെ എന്നെ പിടിച്ച് അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ടേ ഇല്ല. ഞാൻ തന്നെയാണ് എപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അങ്ങനെ നിങ്ങൾ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക, കാരണം അത് നമുക്ക് തന്നെ പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നടക്കുക, മാക്സിമം കിടക്കാതെ നടക്കുക. നമ്മുടെ ആ പോസ്റ്റ്മോർട്ടം ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് 2 മണിക്കൂർ കിടക്കണമെന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും കിടക്കാൻ പറ്റിയിട്ടില്ല. 1 മണിക്കൂർ കിടന്ന് ഉറങ്ങി അത് നമ്മുടെ കുഞ്ഞിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. അപ്പോൾ മാക്സിമം കിട്ടുന്ന സമയത്തൊന്ന് നമ്മുടെ നടുവൊന്ന് നിവർത്തുക. അങ്ങനെ ആ ഒരു കാര്യം ചെയ്യുക. അതിനുശേഷം നമുക്ക് നടക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആവാൻ ഹെൽപ്പ് ചെയ്യും. എനിക്ക് തന്നെ ഇപ്പം C-സെക്ഷൻ ആണ് കഴിഞ്ഞതെന്ന് പോലും എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. എൻ്റെ ബോഡി ആയിരുന്നാലും ബാക്ക് ടു നോർമലിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാത്ത രീതിയിൽ ചില സമയത്ത് വേദനയൊക്കെ എടുക്കും, അത് അതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ എന്നാൽ ആ ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ ബോഡി വരണമെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ആക്റ്റീവായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് ഞാൻ പിന്നെ ചെയ്ത ആക്ടിവിറ്റീസ്. എല്ലാ ജോലിയും ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോഴും അമ്മ എന്നെ തേങ്ങ തിരുമാനായിട്ട് സമ്മതിക്കത്തില്ല. എനിക്ക് തിരുമണമെന്നുണ്ട്, പക്ഷെ തിരുമാനായിട്ട് സമ്മതിക്കത്തില്ല. കുക്ക് ചെയ്യാറുണ്ട്, അരിയുന്നതൊക്കെ ഞാൻ ആദ്യമേ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമായിരുന്നു. കാരണം അമ്മ വേണ്ടാന്ന് പറയുമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ചെയ്യുമായിരുന്നു. പാത്രങ്ങൾ കഴുകാം, ഇപ്പം തുണിയൊക്കെ നനയ്ക്കാറുണ്ട്, പണ്ടത്തെ പോലെ തുണിയൊക്കെ നനയ്ക്കാറുണ്ട്, അതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നടുവിനും എല്ലാം ബാക്ക് ടു നോർമൽ. നമ്മുടെ സ്പൈൻ അനസ്തേഷ്യ എനിക്ക് എടുത്തില്ലായിരുന്നു, കാരണം എപ്പിഡ്യൂറലിൻ്റെ ട്യൂബ് വഴിയായിരുന്നു എനിക്ക് അനസ്തേഷ്യ മരുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ സ്പൈൻ അനസ്തേഷ്യ എടുക്കുമ്പോൾ നടുവിന് പ്രശ്നം വരും. അങ്ങനെയൊക്കെ പേടിയുള്ളവർ ആദ്യം തന്നെ നമ്മുടെ നടുവിനൊക്കെ കുറച്ച് എക്സസൈസ് കൊടുത്ത് തനിയെ തന്നെ എഴുന്നേൽക്കുക. നമ്മൾ തന്നെ നമ്മുടെ ബോഡിയെ കൊണ്ട് സ്വന്തമായിട്ട് എഴുന്നേൽക്കുക. അല്ലാതെ ഒരാൾ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ബോഡി വീണ്ടും ഇരുന്നങ്ങ് ടൈറ്റ് ആവുകയാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ലൂസാകാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ സ്കൂട്ടി എടുത്തത് എനിക്ക് 2 മാസം പ്രസവിച്ച് 2 മാസം ആവുന്നതിന് മുന്നേ ഞാൻ സ്കൂട്ടി എടുത്തു. ഇപ്പം ഞാൻ സ്കൂട്ടി എടുത്തുകൊണ്ട് എല്ലായിടവും പോകാറുണ്ട്. 3 മാസത്തിന് മുന്നേ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ വെയിറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെയാണ്, ഡ്രൈവ് ചെയ്യുന്നതിൽ ഓക്കെയാണ്. ആദ്യം എടുത്ത സമയത്ത് അത്രയും മാസം ഓട്ടിക്കാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഞാൻ അടുത്താണ് പോയത്. ഇപ്പം ഞാൻ എല്ലാ മെയിൻ റോഡിലൊക്കെ പോകുന്ന രീതിയിൽ സ്കൂട്ടിയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇതാണ് ആക്ടിവിറ്റീസിൻ്റെ കാര്യം. റെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, റെസ്റ്റ് ഞാൻ ഭയങ്കര കാര്യമായിട്ടൊന്നും റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. നമുക്ക് പറ്റുന്ന സമയത്ത് ബേബി ഓക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തൊക്കെ ഒന്ന് നടുവ് നിവർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത്, ബേബീൻ്റെ കൂടെ ഇരിക്കേണ്ടി വരുന്ന സമയത്ത്, ഉറക്കം ഉളയ്ക്കേണ്ട സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അത് ഞാൻ കുറച്ച് അനുഭവിച്ച ഒരാളാണ്. കാരണം അവൻ കയ്യിലിരുന്ന് ഉറങ്ങുന്ന സമയത്ത് അവനെ പതിയെ കിടത്താതെ അവൻ കരയുമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് എനിക്ക് 2 ദിവസം നല്ല നടുവിന് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മനസ്സിലാക്കി ചെയ്തതിന് ശേഷം അതെനിക്ക് നടുവിനിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കഞ്ഞി കുടിക്കുക. അപ്പം നല്ല കഞ്ഞികൾ കുടിക്കുക. ഈ പയറൊക്കെ ഇട്ട കഞ്ഞി, അങ്ങനത്തെ നവര അരി കഞ്ഞി, ബ്ലാക്ക് റൈസ്, അങ്ങനത്തെ കഞ്ഞികൾ കുടിക്കുക. ഉലുവക്കഞ്ഞി, അതൊക്കെ മാറ്റി ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാല് ഊറാനുള്ള നന്നായിട്ട് സഹായിക്കും. എനിക്കത് ഫീഡ് ചെയ്യാൻ ഇതുവരെയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ കുടിക്കുന്നത് നല്ലതാണ്. നമുക്ക് മിൽക്ക് സെക്രീഷൻ കൂടാനായിട്ട് സാധിക്കും. പിന്നെ നന്നായിട്ട് ചോറ് തന്നെ മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നല്ല ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എപ്പോഴും ത്രൂ ഔട്ട് ആക്റ്റീവായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിശപ്പ് വരുന്ന സമയമാണ്. ഫീഡും കൂടെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പ് വരും. അപ്പോൾ നമുക്ക് മാക്സിമം ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ചോറൊക്കെ കഴിക്കുക, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. പിന്നെ ഗ്യാസ് കയറുമെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ
നമ്മളൊന്ന് മിതമായിട്ട് കഴിച്ച് പതിയെ പതിയെ അതിൻ്റെ എമൗണ്ട് കൂട്ടി കൂട്ടി വരിക. ഞാനിപ്പം എല്ലാം കഴിക്കാറുണ്ട്. പ്രോൺസ്, ക്രാബ് അതൊക്കെ ഞാൻ കുറച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിച്ച് വരുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാം കഴിച്ച് അവയ്ക്ക് പിന്നെ ഒരു ടൈം ആകുമ്പോൾ അവർക്ക് അത് ഒട്ടും പറ്റാത്ത രീതിയിലാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ബേബീൻ്റെ ഒരു 3 months എങ്ങനെയായിരുന്നു കൊണ്ടുപോയത് ആ വീഡിയോയിൽ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമ്മുടെ ഇതിൽ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നട്ട്സ്, ഫ്രൂട്ട്സ്, പഴം നന്നായിട്ട് കഴിക്കുക. അങ്ങനത്തെ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഇലക്കുറുക്ക് കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇലക്കുറുക്ക് കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിച്ചു, കറിവേപ്പില അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച്. ഈ തുമ്പ കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോൻ അന്ന് കരച്ചിൽ. അവനത് ഭയങ്കര ഗ്യാസ് ഇഷ്യൂ ആയി. എനിക്ക് പോയ ഉടനെ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തെങ്കിലും പച്ചില അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു. ബാക്കി മലാന്നി അത് കഴിച്ച സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ തുമ്പ കഴിച്ചതിൻ്റെ അന്ന് എൻ്റെ മോൻ ഭയങ്കര സീനായി. അതിനുശേഷം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. സാധാരണ കരിപ്പട്ടി തന്നെയായിരുന്നു കുറുക്കി കഴിച്ചുകൊണ്ട്. പിന്നെ ആയുർവേദ സൈഡിൽ നിന്നൊക്കെ എനിക്ക് മരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലേഹ്യവും അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അതൊക്കെ കഴിച്ചപ്പം കുഞ്ഞിന് അതൊക്കെ കഴിച്ച് തന്നെ ഏകദേശം ഓക്കെയാണ്. ഡെയിലി കരിപ്പട്ടി അല്ലാണ്ട് തന്നെ കുറുക്കി കഴിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഇലക്കുറുക്ക് 3 ഗ്യാസ് കയറിയ സമയത്തോടെ ഞാനങ്ങ് നിർത്തി. പിന്നെ സിസേറിയനിൽ മെയിനായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് C-section എന്ന് കേൾക്കുമ്പോൾ സൊസൈറ്റി തന്നെയാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ നമുക്ക് C-section വർക്കൗട്ട് ചെയ്താലും C-section ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരിക്കണമെന്നുള്ളത്. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കരുത്. എനിക്കിനി എന്തായാലും നെക്സ്റ്റ് ഡെലിവറി ഉറപ്പായിട്ടും ഫസ്റ്റ് C-section ആയതുകൊണ്ട് നെക്സ്റ്റ് എനിക്കിനി C-section ആയിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അതെല്ലാം ഞാൻ ഈ നെക്സ്റ്റ് ടൈം ആകുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങളും എപ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് റെസ്റ്റ് ഒന്നും പ്രൊവൈഡഡ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കിങ്ങിന് പോവുക, പറയുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷം ഏത് ഡെലിവറി ആയിരുന്നാലും നോർമൽ ആണെങ്കിൽ വളരെ നല്ലത്. അതിനുശേഷം ഞാൻ വളരെ നല്ലതെന്ന് പറയാൻ കാര്യം എന്ന് പറയുന്നത് C-sectionൻ്റെ ആഫ്റ്റർ പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ആ സമയത്തുള്ളതേ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമൽ ആണെങ്കിലും C-section ആണെങ്കിലും നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് പറ്റും. മസിൽസ് ഒന്നും ടൈറ്റ് ആയിട്ടിരിക്കില്ല, നീരുകൾ ശരീരത്തെ അധികമായിട്ട് കെട്ടില്ല. അങ്ങനെ നമ്മൾ ആ സമയത്തും റെസ്റ്റ് എടുത്ത് പിന്നെയും റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ മസിൽ സ്ട്രെയിൻസ്, ശരീരവേദനകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ത്രൂ ഔട്ട് ആക്റ്റീവായിട്ടിരിക്കുക, എല്ലാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, C-section ആണോ നോർമൽ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ദൈവമാണ്. പിന്നെ ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഞാൻ സത്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പോലും വിചാരിച്ചില്ല എനിക്ക് C-section വേണ്ടി വരുമെന്ന്. കാരണം എല്ലാ കാര്യങ്ങളും ഫേവറബിളായിട്ട് വന്ന് ലാസ്റ്റ് മിനിറ്റ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഡ്രോപ്പ് ആയപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലൈഫ് സേവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. ഒരുപാട് പേര് പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ പിടിച്ച് സിസേറിയൻ ചെയ്യും, 3 ദിവസം പെയിൻ അനുഭവിച്ച് കിടന്നാണ്. അവർക്ക് വേണമെങ്കിൽ എപ്പോഴേ ചെയ്യാം, നമുക്കും കുഞ്ഞിൻ്റെ ലൈഫാണ് ആവശ്യം, എൻ്റെ ലൈഫും എൻ്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എൻ്റെ അമ്മയൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും സമ്മതിക്കാത്തവരാണ്. അതിനുശേഷം ഇങ്ങനൊരു എമർജൻസി കണ്ടീഷൻ വന്നുകൊണ്ട് നമുക്ക് ചെയ്തേ പറ്റൂ. അതൊന്ന്. പിന്നെ എന്ന് പറയുന്നത് ജോലി ചെയ്യാത്തത് കൊണ്ടാണ് സിസേറിയൻ ചെയ്തത്. എന്നെ ഇപ്പം പലരും അത് തന്നെ ആയിരിക്കും പറയുന്നത്, ജോലി ചെയ്യാത്തതുകൊണ്ടായിരിക്കും സിസേറിയൻ ചെയ്യേണ്ടി വന്നത്. ഞാൻ ഡാൻസ് വരെ ചെയ്ത ഒരാളാണ്. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് നോക്കി അറിയാം, ഞാൻ ഡാൻസ് വരെ ചെയ്ത ഒരാളാണ്. എല്ലാതരം ജോലിയും എല്ലാ എക്സസൈസസും ഫ്രം ദ 4th month ഇറ്റ്സെൽഫ് ഞാൻ നല്ല രീതിയിൽ നടക്കും. ഒരു 40-45 മിനിറ്റ്സോളം ഞാൻ നടക്കുന്ന ഒരാളാണ്. ഹാഫ് ആൻ അവറിൽ സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ 1 hour വരെ ഡെയിലി നടന്നു. എല്ലാ എക്സസൈസും, സ്ക്വാട്ടിങ് ചെയ്യുമായിരുന്നു, ബട്ടർഫ്ലൈ ചെയ്യുമായിരുന്നു, ഡോക്ടർ പറയുന്ന കൗണ്ടിൽ എല്ലാം ചെയ്യുമായിരുന്നു. എല്ലാ ജോലികളും ഫസ്റ്റ് തന്നെ മുറ്റടിക്കണം, അങ്ങനത്തെ ജോലികളൊക്കെ, എല്ലാ തുണി നനയ്ക്കുക, അങ്ങനത്തെ എല്ലാ ജോലികളും ഞാൻ ചെയ്യും. സ്റ്റെപ്സ് കയറി ഇറങ്ങുന്നത് ഞാൻ ആദ്യം തന്നെ അതിന് ഞാൻ റെസ്ട്രിക്ഷൻ വെച്ചിട്ടില്ല. ആദ്യത്തെ മാസം തൊട്ട് തന്നെ സ്റ്റെപ്സൊക്കെ ഞാൻ കയറുമായിരുന്നു. എന്നാലും വേണ്ട കെയർ കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ കിടന്ന കിടയാൽ കിടക്കുക അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ലായിരുന്നു. എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് വേറെ പ്രഗ്നൻസി ബുദ്ധിമുട്ടുകൾ എനിക്കില്ലായിരുന്നു. വോമിറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, തളർച്ച, ക്ഷീണം, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ജോലിയും ചെയ്യാൻ പണ്ടത്തെ പോലെ ഓക്കെ ആയിരുന്നു. ഞാൻ അത്യാവശ്യം എന്താ പറയുക, ലോങ് ട്രാവൽ വരെ ഞാൻ ലാസ്റ്റ് മന്തിൽ ഞാൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പം അത്രയും ആക്റ്റീവായിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ എന്നെ പറയാൻ മടിച്ചിരുന്നിട്ട് അവൾക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാനേ അറിയൂ, അവൾക്ക് ജോലിയൊന്നും ചെയ്യാതെയാണ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാതെയാണ് എനിക്ക് C-section ചെയ്യേണ്ടി വന്നതെന്നൊക്കെ
എന്നെ പറയുന്നുണ്ട് ഒരുപാട് പേര്. അത് അപ്പോൺ ദെയർ ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ അവർ കാണാത്ത കാര്യങ്ങൾ പറയുന്നത്. എല്ലാവരും എന്നെ മാത്രമല്ല സി സെക്ഷൻ ചെയ്യേണ്ടി വന്ന ഒരുപാട് പേരെ ചെയ്തവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബിഫോർ മൈ മാരേജ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലി ചെയ്യാത്തതായിരിക്കാം അതിൻ്റെ ഒരു കാരണം എന്ന്. പക്ഷെ അങ്ങനെ അല്ല. ഒരു പണിയും ചെയ്യാതെ തറയിൽ കിടക്കുന്ന ഒരു പേപ്പർ എടുത്ത് വേസ്റ്റ് ബിന്നിൽ പോലും ഇടാത്തവർ, എല്ലാ ഡെലിവറി നോർമലായിട്ട് കഴിഞ്ഞവരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഏത് ഡെലിവറി ആയിരുന്നാലും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പെയിൻ ഉണ്ട്. നോർമലിൻ്റെ പെയിൻ അനുഭവിച്ച ഒരാളെന്നല്ലേ പറയുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് സി സെക്ഷൻ്റെ പെയിൻ അനുഭവിച്ച ഒരാളെന്ന് പറയുന്ന ഇതിൽ. ഞാൻ 3 ദിവസം നോർമൽ അനുഭവിച്ചു. സി സെക്ഷൻ്റെ ത്രൂ ഔട്ട് ഇപ്പോഴും അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സി സെക്ഷനാണ് ഞാൻ കഴിഞ്ഞിട്ടിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പല പല ബുദ്ധിമുട്ടുകൾ വയറിൽ നമുക്ക് വരും. അത് ഉറപ്പായിട്ടും വരും. അപ്പം അത് അനുഭവിച്ചിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പെയിൻ ഉണ്ട്. അപ്പോൾ ഒന്നിനെ കുറച്ച് കാണാനായിട്ട് പാടില്ല. പിന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് സി സെക്ഷൻ ആണെങ്കിൽ ചേട്ടനൊരു ദേഷ്യം ഉണ്ടാവും. അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തിനു ദേഷ്യപ്പെടണം, എനിക്ക് എങ്ങനെയായിരുന്നാലും ബേബീനെയും എന്നെയും സേഫായിട്ട് കിട്ടണമെന്നേ ഞാൻ ചേട്ടൻ വിചാരിക്കത്തുള്ളൂ എന്നാണ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എനിക്ക് സി സെക്ഷൻ ആണെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ എല്ലാവരും, എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങോട്ട് റെക്കമെൻഡ്, എൻ്റെ പെയിൻ കണ്ട് അങ്ങോട്ട് സി സെക്ഷൻ റിക്വസ്റ്റ് ചെയ്തൊരവസ്ഥ എനിക്ക് ഡെലിവറി ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഡോക്ടർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അവർ മാക്സിമം ട്രൈ ചെയ്ത് ഒരു എമർജൻസി കണ്ടീഷൻ വന്നപ്പോൾ സി സെക്ഷൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പെയിനും കാര്യങ്ങളുണ്ട്. ജോലി ചെയ്ത് കഴിഞ്ഞാൽ സുഖപ്രസവം, ജോലി ചെയ്തില്ലെങ്കിൽ സിസേറിയൻ എന്നും പറയാൻ പറ്റില്ല. നമ്മൾ അതിനൊരു സത്യവും ഉണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, വർക്കൗട്ട് ചെയ്യാതെ സെർവിക്സ് ഒക്കെ ഓപ്പൺ ആവാതിരുന്ന് അവസാനം സി സെക്ഷൻ ചെയ്യുന്ന അങ്ങനത്തെ കേസസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ഇപ്പം എൻ്റെ കേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ യാതൊരു സത്യവും ഇല്ല. നമ്മൾ ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോർമൽ ആവണമെന്നില്ല, ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് സി സെക്ഷൻ ആവണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ബോഡി ടൈപ്പും കാര്യങ്ങളും പോലെ ഇരിക്കും. എനിക്കെല്ലാം ഫേവറബിളായി ഒരു 6 സെൻറ്റിമീറ്റർ ഡയലേഷൻ വരെ സെർവിക്സിൽ വന്ന് എല്ലാം തൃപ്തിയായി നോർമലായിരിക്കും എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു എമർജൻസി ആയിട്ട് അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം വന്നത്. അപ്പോൾ സൊസൈറ്റിയെ പേടിച്ച്, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയുമെന്നൊക്കെ വിചാരിച്ചു എനിക്കതൊരു വിഷമമുണ്ടായിരുന്നു. ഇല്ല, ഞാൻ പറയില്ല, ഞാൻ സത്യമായിട്ട് എനിക്ക് സി സെക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയാണെന്നാലും ബേബീനെ കിട്ടണമെന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു വാക്കാണ്, ഇനി ഞാൻ സിസേറിയൻ കഴിഞ്ഞ് എന്തെല്ലാം പറയും, നമുക്കത് ആരായിരുന്നാലും എത്രയൊക്കെ മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് ചിന്തിച്ചു പോവും. കാരണം അത് പറയുമ്പോഴത്തേക്കും പിന്നീട് നോർമലായിട്ട് ഡെലിവറി കഴിഞ്ഞ് ഓരോരുത്തർ നോർമലായിട്ട് പറയുമ്പോൾ അതിൻ്റെ കുത്തുവാക്കുകൾ അങ്ങനെയൊക്കെ നമുക്ക് ഭാവിയിൽ അതൊക്കെ നമുക്ക് ഇനി കേൾക്കേണ്ടിയൊക്കെ വരും. അപ്പം അതൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അത് ഫിക്സ്ഡ് ആയിട്ട് സീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം സുഖപ്രസവമായിരുന്നു, സിസേറിയനാ ഇങ്ങനെയാണ് പറഞ്ഞത്, സി സെക്ഷൻ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോഴേ അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള വിവരവും കാര്യവും ഉള്ളതുകൊണ്ട് അവരൊക്കെ പറഞ്ഞു, ഓടാ അത് എങ്ങനെയായിരുന്നാലും നമുക്ക് ഓക്കെ അല്ലേ, നമുക്ക് ബേബി ഓക്കെ ആണല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കുറച്ച് പ്രായം ചെന്നവരടുത്തൊക്കെ സുഖപ്രസവമായിരുന്നു, സിസേറിയനാ ഇങ്ങനെയാണ് ചോദിക്കണം. അതൊക്കെ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞൂടാത്ത, എന്ത് റീസൺ കൊണ്ട് ചെയ്തു എന്നൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ സി സെക്ഷൻ എക്സ്പീരിയൻസ് എന്നാണ് ഇത്രയാണ്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ക്യൂംസിൽ എന്താണ് സിസേറിയൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് കമൻസിൽ ഞാൻ റിപ്ലൈ ചെയ്തു. എനിക്ക് അറൗണ്ട് ഫുഡ് റൂം എല്ലാം കൂടി ബേസിക് റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1,60,000 എനിക്ക് ആയായിരുന്നു. അത് ഞാൻ 3 ദിവസം ലേബർ റൂമിൽ കിടന്നു. അവിടുത്തെ ഫുഡ്, പിന്നെ ഞാൻ എപ്പിഡ്യൂറൽ എക്സ്ട്രാ എടുത്തു. 3 വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ എക്സ്ട്രാ റൂമിൽ തങ്ങി. ഇതൊക്കെ കൂടെ എനിക്ക് 1,60,000 വന്നത്. അപ്പം അത്രയും ആവത്തില്ല എന്ത് പറഞ്ഞാലും, ഒരു 1,30,000 ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 1,30,000, 1,35,000 അത്രയൊക്കെ വരത്തുള്ളൂ. 60 ആകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും ചാർജ്, ലേബർ റൂം ചാർജ് അതൊന്നും വരത്തില്ലല്ലോ. നമ്മൾ പ്ലാൻഡായിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇത് വരത്തില്ല. അപ്പോൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഡെലിവറി ഏത് ഡെലിവറി തന്നെ ആയിരുന്നാലും അതിന് അതിൻ്റേതായിട്ടുള്ള പെയിൻ ഉണ്ട്. ഏത് ഡെലിവറിയിലായിരുന്നാലും നിങ്ങളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊരു അമ്മയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു എല്ലാ അമ്മമാരും ഒരു ബാരിയർ തന്നെയാണ്. അതിൽ
ഒരു ഡൗട്ടും ഇല്ല. രണ്ടും രണ്ട് രീതിയിലുള്ള പെയിൻഫുള്ളായിട്ടുള്ള പെയിനുകളാണ്. എനിക്ക് ആ വെജൈനൽ ഡെലിവറി, വെജൈനൽ ബർത്ത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈമിലുള്ള ഒരു പെയിൻ, അല്ലെങ്കിൽ അവിടെ ആ ഒരു സ്റ്റിച്ച്, അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ബാക്കി എല്ലാ കാര്യങ്ങളും PV ഒക്കെ ഒരുപാട് രീതിയിൽ, PV എനിക്ക് എത്ര എണ്ണം ചെയ്തെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് ഓഗ്മെൻ്റ് ചെയ്ത PV ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം വരികയാണ്. അത്രമാത്രം വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ C-സെക്ഷൻ ആയിരുന്നാലും അതിൻ്റെ പെയിൻ, അതൊക്കെ ആലോചിച്ചാൽ സങ്കടം വരും. പക്ഷെ ആലോചിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബേബിയുടെ ഫേസ്, അവരുടെ സ്മൈൽ, കളി, ചിരിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കുറച്ച് ഇമോഷണലായി തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ C-സെക്ഷൻ ആയിട്ട് നോർമൽ ആയിരിക്കും എന്ന് വിചാരിച്ച് ഒരു അമ്മമാർ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്. ഏതായിരുന്നാലും ബി റെഡി ടു ഫേസ്. നമുക്ക് എന്താണ് നമ്മുടെ ദൈവം തലയിലെഴുതി വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ രണ്ടിനും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഞാൻ രണ്ടിനും പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ ഫീഡിങ് ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ C-സെക്ഷൻ കഴിഞ്ഞപ്പം ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് മിൽക്ക് സെക്രീഷൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് C-സെക്ഷൻ ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫീഡിങ് ബോട്ടിലൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചു. എനിക്ക് നോർമൽ ആണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ C-സെക്ഷൻ ആണെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കണ്ടില്ലേ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ആയത്. അതുകൊണ്ട് ഞാനൊരു ഫീഡിങ് ബോട്ടിൽ വാങ്ങി സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തു. എനിക്ക് മിൽക്ക് സെക്രീഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, ഷുഗർ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് ഇവന് 2 പ്രാവശ്യം ഫോമുല ഫീഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർ ആ ബോട്ടിലായിരുന്നു ഫോമുല, നമ്മൾ ഗോകർണത്തിലാണ് കൊടുക്കണം, പക്ഷെ ആ ബോട്ടിലായിരുന്നു അവർ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ രണ്ടിനും പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. ഒരു കുഴപ്പമില്ലാതെ എല്ലാം സേഫായിട്ട് നോർമലായിട്ട് എല്ലാം അടിപൊളിയായിട്ട് നടക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.